ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഷാർജ ഷേക്കുമായിട്ടാണ്. ഇത് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമി ആയിട്ട് ചിൽഡ് ആയിട്ടുള്ള ഒരു ഷാർജ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, മിൽക്ക് ഷേക്സിന്റെ ഒക്കെ ലോകത്തിലെ ഒരു രാജാവ് എന്നറിയപ്പെടുന്ന ഷേക്കാണ് ഷാർജ ഷേക്ക്. കാരണം മിൽക്ക് ഷേക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ആയ സമയത്ത് ആ മുൻനിരകളിൽ ഉണ്ടായിരുന്ന ഷേക്കിൽ ഒന്നാണ് ഷാർജ ഷേക്ക്. അപ്പൊ നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പാൽ എടുത്തിട്ടുണ്ട്. പാൽ ഒരു 2 കപ്പ്, അത് 500 ml ഒക്കെ എടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് പാല് കിട്ടുന്നത് ബോട്ടിലാണ്. അപ്പൊ അത് കാരണം ഞാൻ ആദ്യം തന്നെ അതിനൊരു സിപ്ലോക്ക് ബാഗിനകത്ത് ആക്കിയിട്ട് ഒഴിച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഷാർജ ഷേക്കോ അല്ലെങ്കിൽ വേറെ ഏത് ഷേക്സ് കുടിച്ചാലും അറിയാനായിട്ട് പറ്റും, അതിനകത്ത് ശരിക്കും ആ ഒരു പാലിങ്ങനെ ചിൽഡ് ആയതിന്റെ നമുക്ക് ആ ഒരു ഐസ് ക്രിസ്റ്റൽസ് കിട്ടുമല്ലോ അത് കുടിക്കുമ്പോൾ തന്നെ. അത് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ പാലിങ്ങനെ ഫ്രീസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതൊന്ന് മാറ്റി വെച്ചേക്കാം, ഒരുപാട് വെള്ളം പോലെ ഒന്നും ആക്കണ്ട. ഇനി നമുക്ക് മിക്സി എടുത്തിട്ട് അതിലേക്ക് ഒരു 3 കുഞ്ഞു പഴം, ഞാലിപ്പൂവൻ പഴം എടുത്തേക്കുന്നത്, ഞാലിപ്പൂവൻ പഴം ഒരു 3 നല്ലതുപോലെ പഴുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഇടണം. പഞ്ചസാര ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺസ് ഒക്കെ ഇടുന്നുണ്ട്. പഞ്ചസാര അധികം മധുരം വേണ്ട എന്നുള്ളവർക്ക് അത്രയും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഹോർലിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഹോർലിക്സ് ക്ലാസിക് ഹോർലിക്സ് ആണ് ഇടുന്നത്. നോർമലി ഫ്ലേവേർഡ് ഹോർലിക്സ് ഒക്കെ കിട്ടുമല്ലോ, ചോക്ലേറ്റോ സ്ട്രോബെറി അങ്ങനത്തെ ഒക്കെ. അപ്പൊ അതൊന്നും അല്ല, നമ്മളുടെ നോർമൽ ക്ലാസിക് മോൾഡ് ഹോർലിക്സ് ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺസ്. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് നമ്മൾ നോർമലി ഷേക്സിലൊന്നും ആഡ് ചെയ്യാത്തൊരു സാധനമാണ് കടലമിഠായി. അപ്പൊ ഈ ഒരു വലുപ്പത്തിൽ 2 കടലമിഠായി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പീസ് കുറച്ചുകൂടെ വലിയ പീസ് ആണെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. നമ്മളുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ അല്ലേ, അത് കുറച്ചൊരു 1/4 ടീസ്പൂണൊക്കെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക, അതേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അപ്പൊ അത്രയും പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നേക്കുന്ന ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മളുടെ പാലുണ്ടായിരുന്നില്ലേ ആ പാക്കറ്റിലുള്ളത്, അതങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്താൽ ചില സാധനങ്ങളൊക്കെ അങ്ങ് നല്ലതുപോലെ, കാരണം പാല് നല്ല ഫ്രോസൺ ആയിട്ട് ഇരിക്കുവാണല്ലോ, അപ്പൊ അത് നല്ലതുപോലെ അടിയത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ആ ബാക്കി സാധനങ്ങളെല്ലാം നല്ലതുപോലെ അരച്ചിട്ട് നല്ല